നമസ്കാരം. സിറിയയിലെ ഏകാധിപതി ബാഷർ അൽ അസദിനെ നാടുകടത്തിയ ഹയാത്ത് തഹ്രീം അൽ ഷാം എന്ന സംഘടനയുടെ തലവൻ മുഹമ്മദ് അൽ ജുലാനി അത്ര നിസ്സാരക്കാരനൊന്നുമല്ല. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അമേരിക്ക $10 മില്യൺ തലയ്ക്ക് വിലയിട്ട കൊടും ഭീകരനായിരുന്നു ജുലാനി. സൗദിയിൽ ജനിച്ച് അൽ ഖ്വയ്ദയിൽ ആകർഷനായിരുന്ന കൊടും ഭീകരൻ ഇന്ന് സായിപ്പന്മാരുടെ ഹീറോയാകുന്ന കാഴ്ചയാണ് കാണുന്നത്. ആരാണ് ഈ ജുലാനി എന്നറിയണ്ടേ? സിറിയയുടെ പുതിയ പ്രസിഡന്റായി അബു മുഹമ്മദ് അൽ ജുലാനി മാറിയേക്കുമെന്നാണ് സൂചനകൾ. അമേരിക്കയും ഇക്കാര്യത്തിൽ ജുലാനിയെ പിന്തുണയ്ക്കാനാണ് സാധ്യതയെന്ന വാർത്തകളും വരുന്നു. വിമതരുടെ നേതാവായ ജുലാനിയെ കൊടും ഭീകരരുടെ പട്ടികയിൽ നിന്നാണ് നീക്കം ചെയ്യാൻ ഒരുക്കത്തിലാണ് ബ്രിട്ടൻ. അൽ ഖ്വയ്ദ ബന്ധത്തിന്റെ പേരിൽ 2017 HDSനെ ബ്രിട്ടൻ നിരോധിത സംഘടനയുടെ പട്ടികയിൽപ്പെടുത്തിയത്. പാശ്ചാത്യ ലോകം അസദിന്റെ പതനത്തെ സ്വാഗതം ചെയ്യുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ ജുലാനിയുടെ വരവിനെ അവർ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വിമത മുന്നേറ്റം ലോകരാജ്യങ്ങളും സസൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. സ്ഥിതിഗതികളെക്കുറിച്ച് തുർക്കി പ്രതിരോധ മന്ത്രി യാസർ ഗുലറുമായി സംസാരിച്ചതായി US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും പറഞ്ഞു. സിറിയയുടെ അയൽരാജ്യങ്ങളിലേക്ക് പ്രതിനിധികളെ അയക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു കഴിഞ്ഞു. അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് മുന്നിൽ അസദ് ഭരണകൂടത്തെ കുറ്റവിചാരണ ചെയ്യണമെന്നാണ് കാനഡ ആവശ്യപ്പെടുന്നത്. റഷ്യയുടെ ആവശ്യപ്രകാരം UN രക്ഷാസമിതി അടിയന്തരമായി ചേർന്നേക്കും. എന്തായാലും ജുലാനിയുടെ പ്രതികരണവും പാശ്ചാത്യ മാധ്യമങ്ങൾ വളരെ ആശാവഹമായാണ് കാണുന്നത്. കാരണം അങ്ങനെ ഒരു സാധാരണക്കാരനായ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിലെത്തിയ പോലെയൊന്നും ആയിരുന്നില്ല. വലിയ രീതിയിൽ ശുദ്ധീകരണവാദമൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിനെക്കുറിച്ച് പ്രസ്താവനകൾ വലിയ രീതിയിൽ ആശാവഹമായാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ നിരീക്ഷിക്കുന്നത്. കാരണം വിനയത്തോടും കരുതലോടും കൂടി പ്രവർത്തിക്കാൻ പോരാളികളോട് വിപ്ലവ നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനി ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഒപ്പം പൊതുസ്ഥാപനങ്ങൾ സംരക്ഷിക്കുക, കാരണം മഹത്തായ സിറിയൻ ജനതയുടേതാണ്. തടവുകാരുടെ ജീവൻ സംരക്ഷിക്കുന്നതിൽ ജാഗ്രത പുലർത്തണം. എല്ലാവരും സമാധാനത്തോടെ ജീവിക്കുന്ന പുതിയ സിറിയയിൽ ഓരോ സിറിയക്കാരനും ബഹുമാനിക്കപ്പെടുമെന്നും അൽ ജുലാനി പറയുന്നു. ഇടക്കാലത്ത് മിതവാദിയുടെ കൃത്രിമ പ്രതിച്ഛായയിലേക്ക് മാറിയെങ്കിലും അൽ ജുലാനിയുടെ അൽ ഖ്വയ്ദ പശ്ചാത്തലമാണ് ലോകത്തെ ഭയപ്പെടുത്തുന്ന പ്രധാന ഘടകം. സിറിയ പിടിക്കാൻ IS തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദി നിയോഗിച്ച വിശ്വസ്തനും കൂടിയായിരുന്നു ഈ അബു മുഹമ്മദ് അൽ ജുലാനി. ആഭ്യന്തര യുദ്ധത്തിനിടെ ഛിന്നഭിന്നമായി കഴിഞ്ഞ രാജ്യത്തിന്റെ അധികാരം കൈവിട്ടു പോകാതിരിക്കാൻ പ്രസിഡന്റ് ബഷർ അൽ അസദ് 14 വർഷമായി നടത്തിവരുന്ന അടിച്ചമർത്തലുകൾ അവസാനിച്ചെന്ന് പറയുമ്പോഴും രാജ്യത്തെ ജനങ്ങൾക്ക് ആശ്വസിക്കാൻ യാതൊരു വകയുമില്ല. കാരണം അസദിന്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിച്ചത് അമേരിക്ക തലയ്ക്ക് 10 കോടി വിലയിട്ട കൊടും ഭീകരൻ 42-കാരനായ അബു മുഹമ്മദ് അൽ ജുലാനിയാണ് എന്ന് തന്നെയാണ് കാരണം. ഇസ്രായേൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന് പ്രഖ്യാപിച്ച സൈന്യ തലവൻ ഒടുവിൽ അമേരിക്കൻ മാധ്യമങ്ങളെ തന്നെ ഉപയോഗിച്ച് നിർമ്മിച്ച മിതവാദി പ്രതിച്ഛായയിലൂടെ US ആക്രമണങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറിയ തന്ത്രശാലി. സൗദിയിൽ ജനിച്ച 7-ാം വയസ്സിൽ കുടുംബത്തിനൊപ്പം സിറിയയിലേക്ക് മാറിയ അഹമ്മദ് ഹുസൈൻ അൽഷറ സെപ്റ്റംബർ 11 ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് തീവ്രവാദ ആശയങ്ങളിൽ ആകർഷനാവുന്നത്. 2003 മുതൽ 5 വർഷം ഇറാഖി ജയിലിലാണ് കഴിഞ്ഞത്. 2011 അൽ ഖ്വയ്ദയുടെ സിറിയൻ വിഭാഗം ജബത്ത് അൽ നുഷ്ര രൂപീകരിച്ച അസദിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തി. എന്നാൽ അൽ നുഷ്ര ISൽ ലയിക്കണമെന്നാവശ്യപ്പെട്ടതോടെ ബാഗ്ദാദിയുമായി ജുലാനി ഇടഞ്ഞു. പാശ്ചാത്യ ശക്തികൾ ISന് പിന്നാലെ തിരിഞ്ഞപ്പോൾ സിറിയയിലെ ഇദ്ലിബിൽ സ്വന്തം സാമ്രാജ്യം ഉയർത്തി കരുത്തനായി മാറുകയായിരുന്നു അൽ ജുലാനി. അൽ ഖ്വയ്ദ പശ്ചാത്തലം ഭാരം എന്ന തിരിച്ചറിവിൽ ഭീകര സംഘടനയുടെ പേര് ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന് മാറ്റിയതും അതിനൊപ്പം തന്നെ നീളം കുപ്പായവും താടിയും ഒക്കെ ഉപേക്ഷിച്ച പാശ്ചാത്യ വേഷങ്ങളിൽ പൊതുവേദികളിലെത്തിയും മുഖം മിനുക്കാനുള്ള ശ്രമം പിന്നാലെ നടത്തിയിരുന്നു. സിറിയയിലെ ആഭ്യന്തര സംഘർഷത്തിനിടെ ജുലാനി റഷ്യൻ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തുവന്നു. സിറിയയിലെ ഏറ്റവും ശക്തമായ സായുധ പ്രതിപക്ഷ സേനയായി മാറിയ ഹയാത്ത് തഹ്രീർ അൽ ഷാമിന്റെ തലപ്പത്ത് നിൽക്കുന്നത് ഈ അബു മുഹമ്മദ് അൽ ജുലാനിയാണ്. ജുലാനിയെ അമേരിക്കൻ സൈന്യം അറസ്റ്റ് ചെയ്തെങ്കിലും 2008 വിട്ടയച്ചിരുന്നു. അതിനുശേഷം 2012 ജബത്ത് അൽ നസ്ര സ്ഥാപിച്ച് സിറിയയിലെ അസദ് ഭരണകൂടത്തിനെതിരെ നീങ്ങാൻ ആരംഭിച്ചു. ജുലാനി തന്നെയാണ് ഇപ്പോഴത്തെ ആക്രമണങ്ങൾക്കും നേതൃത്വം നൽകുന്നത്. HDSന്റെ സ്ഥാപകൻ എന്ന നിലയിൽ അൽ ജുലാനി ഒരു ദശാബ്ദത്തോളമായി മറ്റ് സായുധ സേനകളിൽ നിന്നും വിട്ടുമാറി രാജ്യാന്തര പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. 1982 സൗദി അറേബ്യയിലെ റിയാദിലാണ് ജുലാനി ജനിക്കുന്നത്. 1989 സിറിയയിലേക്ക് മടങ്ങിയ കുടുംബം ഡമാസ്കസിന് സമീപം സ്ഥിരതാമസമാക്കി. 2003 ഇറാഖിലേക്ക് മാറി. അമേരിക്കൻ അധിനിവേശത്തിനെതിരായ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായി അദ്ദേഹം ഇറാഖിൽ അൽ ഖ്വയ്ദയിൽ ചേർന്നു. 2006 US സേന അറസ്റ്റ് ചെയ്യുകയും 5 വർഷത്തോളം തടവിലാക്കുകയും ചെയ്ത ജുലാനിയെ പിന്നീട് സിറിയയിൽ അൽ ഖ്വയ്ദയുടെ ശാഖ സ്ഥാപിക്കാൻ ചുമതലപ്പെടുത്തുകയും പിന്നീടാണ് ISIS നേതൃത്വത്തിലേക്ക് വരുന്നത്. സ്ത്രീകൾക്ക് ശിരോവസ്ത്രം നിർബന്ധമല്ലെന്നും ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുമെന്നും പറയുമ്പോഴും ഇദ്ലിബിലെ ഭരണസമിതിയിൽ സ്ത്രീകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും പ്രാതിനിധ്യമില്ലാത്തതും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങൾ തന്നെ. 2014 തന്റെ ആദ്യ ടെലിവിഷൻ അഭിമുഖത്തിൽ ഇസ്ലാമിക നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം സിറിയ ഭരിക്കേണ്ടതെന്ന് ജുലാനി നയം വ്യക്തമാക്കിയിരുന്നു. എന്തായാലും
അസദ് തൻ്റെ ഭരണം അവസാനിപ്പിച്ച് റഷ്യയിലേക്ക് കടന്നു കളഞ്ഞിരിക്കുന്നു. ഒപ്പം ഭാര്യയും പോയി. എന്തായാലും റഷ്യ സ്ഥാപിച്ച ഒരുപാട് നയതന്ത്ര പ്രധാനമായിട്ടുള്ള സ്ഥാപനങ്ങളും വിമാനത്താവളങ്ങളും ഒക്കെ സിറിയയിലുണ്ട്. സിറിയയെ സംബന്ധിച്ചിടത്തോളം അത് സംരക്ഷിക്കണമെന്നാണ് ജുലാനി വ്യക്തമാക്കുന്നത്. എന്നാൽ അതേസമയം ജുലാനിക്ക് ഇനി ഭരണം നടപ്പിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ നിരവധിയായിട്ടുള്ള വിമതർ എന്ന് മുദ്രകുത്തി സർക്കാർ തടങ്കലിൽ അയച്ചിരുന്ന നിരവധി ആളുകളെ ജുലാനിയുടെ സംഘം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അവർ ജയിലുകൾ തുറന്നു വിട്ടിരിക്കുകയാണ്. ഈ ഘട്ടങ്ങളിലെല്ലാം ഇനി ജുലാനിക്ക് ഭരണം ഏറ്റെടുക്കേണ്ടതുണ്ട്. അവിടുത്തെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ മാറ്റേണ്ടതുണ്ട്. നല്ലൊരു ഭരണമായിരിക്കുമോ അത് ജുലാനി കഴിഞ്ഞ തൻ്റെ ഭൂതകാലത്തിൽ അൽ ഖ്വയ്ദയെ പോലെ അല്ലെങ്കിൽ ശരിയാ നിയമങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് മാറുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണണം.